നമസ്കാരം. മുരുകസ്വാമിയുടെ അഥവാ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ അറിയാം. ഭഗവാന്റെ അഥവാ സാക്ഷാൽ മുരുകസ്വാമിയുടെ അനുഗ്രഹമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ കാര്യങ്ങൾ മുഴുവനായും കേൾക്കുവാൻ സാധിക്കൂ. ഈ കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്കും കാരണമായി തീരാം. ഭഗവാനുമായി ബന്ധപ്പെട്ട ആ വിശേഷപ്പെട്ട സന്ദേശങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം ഓം വജദ്ഭുവേ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഭഗവാനെ വന്ദിക്കുക. ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സന്തോഷം തന്നെയാണ്. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നത് തിരിച്ചടികളാണ്, വിഷമതകളാണ് എന്നതാണ് വാസ്തവം. പ്രതീക്ഷിക്കുന്നതായ പല കാര്യങ്ങളുമുണ്ട്. അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല, അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ജീവിത വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കാതെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ കൂടിയാണ് എന്ന് പറയാം. വിചാരിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരാത്തതായ സാഹചര്യം, പല കാര്യങ്ങളും നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു എങ്കിലും നിങ്ങൾ വിചാരിക്കുന്നതായ മാറ്റങ്ങൾ പലപ്പോഴും കടന്നു വരാത്ത സാഹചര്യമുണ്ട്. പ്രതീക്ഷിക്കുന്ന അത്രയും പലപ്പോഴും ഉയരുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. വിജയങ്ങളോ നേട്ടങ്ങളോ വരാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കും, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നതാണ് വാസ്തവം. ഗുണാനുഭവങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കാവുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ, ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരാം. ഏറ്റെടുത്തിരിക്കുന്നതായ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ലഭിക്കാത്തതായ അവസ്ഥയുണ്ട് എങ്കിലും ഒരു മാറ്റം സംഭവിക്കാം. അനുകൂലമായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. ഈ സമയം ഈശ്വരാധീനം വർദ്ധിക്കുകയും നടക്കേണ്ടതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നതാണ് വാസ്തവം. പണ്ട് നഷ്ടപ്പെട്ടിട്ടുള്ളതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഒരു പുതു ജീവിതത്തിലേക്ക് കടക്കുവാനുള്ള സാഹചര്യങ്ങൾ, അവസ്ഥ രൂപം കൊള്ളാവുന്നതാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് സഹായം അനിവാര്യമാണ്. എന്നാൽ പലപ്പോഴും ആ സഹായം ലഭിക്കാത്തതായ അവസ്ഥയുണ്ട്. അതിലൊരു മാറ്റം സംഭവിക്കാവുന്ന സമയമാണ് മുൻപിലുള്ളത് എന്നതാണ് വാസ്തവം. ചില കാര്യങ്ങളിൽ നിങ്ങൾ തിരിച്ചടി നേരിടുന്നു എന്നത് വാസ്തവമാണ്. അപ്രതീക്ഷിതമായ തിരിച്ചടി തന്നെയാണ് ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അർഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ കാലതാമസം എടുത്തുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ചിലപ്പോൾ തട്ടിത്തെറിച്ച് പോകുവാൻ ചില വ്യക്തികളുടെ സ്വാധീനത്താലോ പ്രേരണയാലോ അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതിനാൽ അനുകൂലമാകേണ്ട ചില സാഹചര്യങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവരാണ്. ഈ സമയം നിങ്ങൾക്ക് ഈശ്വര കടാക്ഷം അനിവാര്യം തന്നെയാണ്. അത് നഷ്ടപ്പെടുത്താതെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഭഗവാന്റെ പ്രീതി ഉള്ളവർ തന്നെയാണ് നിങ്ങൾ.
പലപ്പോഴും ചിന്തിക്കേണ്ട കാര്യങ്ങൾ അത് കൃത്യമായി ചിന്തിക്കാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്ത എത്തുന്നില്ല എന്നതാണ് വാസ്തവം. ഈ സമയം തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ എടുക്കുവാൻ, ശ്രദ്ധിച്ചു തന്നെ എടുക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനനേട്ടങ്ങളോ സന്തോഷകരമായ നിമിഷങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സ്വർഗതുല്യമായ ജീവിതം തന്നെ നയിക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതുമാണ്. ഈ സമയം ചില വ്യക്തികളുടെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന അവസരങ്ങളാണ് വന്നു ചേരുക. ചില കാര്യങ്ങളിൽ വ്യക്തിയുടെ സ്വാധീനത്താൽ എടുക്കുന്നതായ തീരുമാനങ്ങൾ അബദ്ധത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതയുണ്ട്. മുൻപും അത്തരം ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാണ്. അതിനാൽ അല്പം ശ്രദ്ധ അനിവാര്യമായ ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. ഈ സമയം അത്തരം കാര്യങ്ങളിൽ മാത്രമല്ല, ധനപരവും ആരോഗ്യപരവുമായ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് പണം പല വഴികളിലൂടെയും നഷ്ടമാകുന്ന സാഹചര്യമുണ്ട്. പണം കൈകളിൽ വന്ന് ചേരാത്തതായ അവസ്ഥ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതാണ് വാസ്തവം. എന്നിരുന്നാലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ ശ്രദ്ധ അനിവാര്യമായ ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത് എന്നുകൂടി മനസ്സിലാക്കണം. പ്രതികൂലമായ സാഹചര്യങ്ങൾ പോലും നിങ്ങൾക്ക് ചിന്തിച്ച് മുൻകൂട്ടി കണ്ട് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ശത്രുക്കൾ തന്നെയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് എന്നതാണ് വാസ്തവം. എന്നാൽ അവരെക്കുറിച്ച് ഭാവിയിൽ എന്ത് ദോഷമുണ്ടാകും എന്നൊരു ധാരണ പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകാറില്ല. അത്തരം ചില തിരിച്ചടികൾ നേരിട്ടതിന് ശേഷമാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമാകുന്നത് എന്നതും വാസ്തവമാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ഈ സമയം ഓർത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പലർക്കും അസൂയ തോന്നും വിധം പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ടാകാം. അതിനാൽ ദൃഷ്ടിദോഷത്താൽ പലപ്പോഴും നിങ്ങൾ വലയുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങളിൽ ഒന്ന് തീരുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പല രീതിയിൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങൾ ഉള്ളവരാണ്. അത് സാമ്പത്തികം തന്നെയാകണം എന്നില്ല. ചില കാര്യങ്ങൾ ഈ സമയം തീർക്കാൻ പറ്റാത്തതായ സാഹചര്യമുണ്ട്. എന്നാൽ ഇനിയുള്ള നാളുകളിൽ അത്തരത്തിൽ ചില പോംവഴികൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത വളരെ കൂടുതലാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ദുഃഖങ്ങൾ ഉള്ളവരാണ് എങ്കിലും അത് പുറമേ കാണിക്കാതെ മുന്നോട്ട് പോകുന്നവർ തന്നെയാകാം നിങ്ങൾ. എന്നാൽ നിങ്ങൾ മറ്റുള്ളവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്ന ദുഃഖവും മനസ്സിൽ പേറി നടക്കുന്നവർ തന്നെയാണ്. എന്നാൽ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ വില നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു എന്ന കാര്യം ഓർക്കണം. അതായത് ചില വ്യക്തികളെ നിങ്ങൾ മനസ്സിലാകാതെ ഉണ്ടാകാം. എന്നാൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം, ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. ചില കാര്യങ്ങളിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ധൈര്യപൂർവം അവ നേരിടുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഇല്ലാതിരിക്കുന്നതായ വിശ്വാസം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യവും ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. ആരെല്ലാം കുറ്റപ്പെടുത്തിയാലും അത്തരം കാര്യങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ ബോധ്യത്തോടെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പലർക്കും നിങ്ങളുടെ വില മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കും.